ഹായ് കൂട്ടുകാരെ, എൻ്റെ തൊടിയിൽ നിന്നും പറിച്ചെടുത്ത വെള്ളക്കാച്ചിൽ അഥവാ വെളുത്ത കാവുത്ത് കൊണ്ടുള്ള ഒരു കറിയാണ് പരിചയപ്പെടുത്തുന്നത്. ഈ ഒരു വൃശ്ചിക മാസത്തിൽ കാച്ചിൽ പറിക്കാനുള്ള സമയമാണ്. ഈ ഒരു കറി നല്ല ടേസ്റ്റായിരിക്കും. എന്തായാലും ഞാനിത് എങ്ങനെയാണ് വെക്കുന്നത് എന്ന് നിങ്ങളെ പരിചയപ്പെടുത്താം. നല്ല ടേസ്റ്റുള്ള ഒരു കറിയാണിത്. അപ്പം ഞാൻ കാവുത്ത് അഥവാ കാച്ചിൽ തോലൊക്കെ കളഞ്ഞ് ഇങ്ങനെ കൊത്തി അരിഞ്ഞ് 1/4 ഗ്ലാസ് തുവരപ്പരിപ്പിനൊപ്പം വേവിച്ചെടുത്തതാണ് ഇത്. ഇതൊരിക്കലും കുക്കറിൽ വേവിക്കരുത്, കാരണം ചില കാച്ചിൽ വേഗം വേവും, ചിലത് വളരെ സമയമെടുത്തിട്ടേ വേവുള്ളൂ. അപ്പോൾ മഞ്ഞപ്പൊടി ഇട്ട് വെള്ളം നല്ലവണ്ണം തിളച്ചു വരുമ്പോൾ നമുക്ക് ഈ ഒരു കിഴങ്ങ് വേവിച്ചെടുക്കാം. ഞാൻ ഇപ്പം മഞ്ഞപ്പൊടി കൂട്ടിയിട്ടില്ല, ഞാൻ വെറുതെ വെള്ളം തിളപ്പിച്ച് പരിപ്പും കാവുത്തും ഇങ്ങനെ വേവിച്ച് എടുത്തിരിക്കുകയാണ്. ഒരു മൺചട്ടിയിലാണ് വേവിച്ചെടുത്തിട്ടുള്ളത്. വല്ലാതെ കുഴഞ്ഞു പോയിട്ടില്ല, കഷ്ണങ്ങൾ ഇങ്ങനെ തന്നെ കിടപ്പുണ്ട്. പരിപ്പാണ് വെന്ത് കിട്ടിയിട്ടുള്ളത്. ഇനി ഇതിലേക്ക് നമുക്ക് എന്താണ് അരച്ചു കൂട്ടേണ്ടത് എന്ന് പറയാം. കാച്ചിൽ കറിക്ക് ആവശ്യമായത് 1/2 മുറി നാളികേരം ഇങ്ങനെ ചിരവി എടുത്തിട്ടുണ്ട്. 1/2 ടീസ്പൂൺ മുളക് പൊടിയാണ് എടുത്തിട്ടുള്ളത്. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി നാളികേരത്തിൻ്റെ ഒപ്പമാണ് അരയ്ക്കുന്നത്. കൂടെ തന്നെ ഒരു 1/4 ടീസ്പൂൺ ചെറിയ ജീരകം കൂടി. ഇതൊന്ന് നമുക്ക് അവിയലിന് ചതയ്ക്കും പോലെ മിക്സിയിൽ ചതച്ചെടുക്കാം. ഇങ്ങനെ ചതച്ചെടുത്തിട്ടുണ്ട്. വെള്ളം ചേർക്കാതെയാണ് ഞാൻ ചതച്ചെടുത്തിട്ടുള്ളത്. ഇത് വെള്ളം ചേർത്ത് ചതയ്ക്കരുത്, അപ്പോൾ കറി കുറുകാതെ ഇങ്ങനെ നീണ്ടുപോകും. മാത്രമല്ല അത് കൂട്ടാൻ സ്വാദും ഉണ്ടാവുകയില്ല. ഇനി ഇത് നമുക്ക് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. അരപ്പ് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. നാളികേരം നല്ലോണം ചേർത്തിയാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇനി ഇത് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ബലം പ്രയോഗിച്ച് ഇളക്കരുത്, പതുക്കെ പതുക്കെ ഇളക്കി കൊടുത്താൽ മതിയാകും. എൻ്റെയൊക്കെ ചെറുപ്പകാലത്ത് അമ്മ ഉണ്ടാക്കുന്ന ഒരു സ്വാദിഷ്ടമായ കറിയാണിത്. ഞങ്ങൾ ചോറ് പോലും കഴിക്കാറില്ല. ഇത് മാത്രം വാഴയിലയിൽ പ്ലേറ്റിൽ വാഴയില വെച്ച് അതിൽ പറന്ന് ഇതിങ്ങനെ തിന്നുകൊണ്ട് നടക്കും. ഇത് ശരീരത്തിന് വളരെ നല്ലതാണ്. ക്ഷീണം എന്ന് പറയുന്നൊരു സാധനമേ ഉണ്ടാവുകയില്ല. അപ്പോൾ ഇത് നല്ലപോലെ ഇളക്കി നമുക്ക് പതുക്കെ ഒന്ന് ചൂടാക്കിയെടുക്കാം. ഇപ്പോൾ ഇത് നല്ല പോലെ ഇളകി വന്നിട്ടുണ്ട്. ചെറുപയർ വറുത്തും ഇതിൽ കൂട്ടാം ഇഷ്ടമുള്ളവർക്ക്. അപ്പോഴും ഇത് സൂപ്പറായിരിക്കും. ഈ കഷ്ണങ്ങൾ ഇങ്ങനെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്, യാതൊരു സംശയമില്ല. അതിൽ ഉപ്പ് പാകത്തിന് ചേർത്ത് കൊടുക്കണേ. ഉപ്പാണ് ഇതിൻ്റെ സ്വാദ് നിശ്ചയിക്കുന്നത്. ഏറാനും കുറയാനും പാടില്ല. കഷ്ണങ്ങൾ വേവിക്കുമ്പോൾ ഉപ്പ് ചേർത്ത് കൊടുത്തോളുക. അപ്പം ഇത് നല്ലൊരു പരുവായി വന്നിട്ടുണ്ട്. ആഹാ, ട്രൈ ചെയ്യൂ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ, കമൻറ്റ് ചെയ്യൂ, ഷെയർ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ ചാനൽ.